We are one in the spirit, we are one in the Lord. ഹലോ, ഇന്നത്തേത് ഞങ്ങളുടെ പെസഹ. ഞാൻ കുറച്ചരിയും ഏതാണ്ട് 4/1 ഉഴുന്നുമേ എടുത്തിട്ടുള്ളൂ. അത് അധികം അങ്ങ് ലൂസാകാതെ അരച്ച് വയ്ക്കുക. തേങ്ങയും ഉള്ളിയും ജീരകവും വെള്ളുള്ളിയും വെള്ളുള്ളിയല്ല വെളുത്തുള്ളി. വടക്കോട്ടൊക്കെ വെള്ളുള്ളി എന്ന് പറയും, തെക്കോട്ടൊക്കെ വെളുത്തുള്ളി എന്ന് പറയും. ചുവന്നുള്ളി അല്പം കൂടുതൽ വേണം, വെള്ളുള്ളി വളരെ കുറച്ച് മതി. ഇതെല്ലാം കൂടി അരച്ചെടുത്ത് ആദ്യത്തെ ബാറ്ററിൻ്റെ കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി വയ്ക്കുക. അന്നേരം ഒരല്പം ഈസ്റ്റും കൂടി ചേർക്കാം, അല്പം മാത്രം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പെട്ടെന്ന് ചുട്ടെടുക്കാനുള്ളതായതുകൊണ്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി. ഇത് പുളിക്കാത്ത അപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് പുളിക്കാനായിട്ട് അധികം നേരം വെക്കണ്ട. ഞാൻ വളരെ കുറച്ചല്ലേ ബാറ്ററും എടുത്തിട്ടുള്ളൂ. ചുടുന്നതിന് മുമ്പ് അല്പം ഉപ്പും ചേർക്കണം. ഒരു കൊച്ചു സ്റ്റീൽ പാത്രത്തിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് ഈ ബാറ്റർ ഒഴിച്ച് അപ്പപാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ക്രിസ്ത്യൻസ് പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന അപ്പമാണല്ലോ, അതുകൊണ്ട് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരിശോലയിൽ നിന്ന് ഒരല്പം എടുത്ത് കുരിശാകൃതിയിലാക്കി ഈ അപ്പത്തിൻ്റെ മുകളിൽ അപ്പം തന്നെ വെച്ചിരിക്കും. അതുകൂടെ ഇരുന്നാണ് വേകുന്നത്, വട്ടയപ്പം പോലെ. ഇനി പാലും പഴവും ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഏത്തയ്ക്കാപ്പഴം കട്ട് ചെയ്തത്, ശർക്കര പാനിയാക്കിയത്, പിന്നെ ചുക്ക്, ജീരകം, ഏലക്ക. ജീരകവും ഏലക്കായും പിന്നെ ചുക്കും അല്പം ഒന്ന് ചൂടാക്കിയെടുക്കുന്ന ഭാഗമാണ്, പൊട്ടിത്തെറിക്കണ്ട. എന്നിട്ടതൊന്ന് ചതച്ചെടുക്കണം. വറുത്തറവ അല്പം ഇടുന്നത് എൻ്റെ മാത്രം സ്പെഷ്യലാണ്, ഞാനൊരു രസത്തിന് അങ്ങനെ ഇടാറുണ്ട്. കൊഴുപ്പ് കിട്ടാൻ വേണമെങ്കിൽ അല്പം അരിപ്പൊടി ചേർക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ എളുപ്പം നിന്ന് ഉണ്ടാക്കിയതാണ്. അത് കാരണം ഞാനിത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതല്ല. പക്ഷേ എൻ്റെ ഒരു നോൺ ക്രിസ്ത്യൻ ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇതൊന്ന് പറഞ്ഞു തരണമെന്ന്. അങ്ങനെയാണ് ഞാൻ എന്നാൽ ഇതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വെച്ചത്. ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങാപ്പാലിൻ്റെ 2ാമത്തെ പാലുണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ച് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഏത്തയ്ക്കാപ്പഴം ഇടുക. ബാക്കി ഇൻഗ്രീഡിയൻസ് റവയോ ഒക്കെ ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് ഇടാം, പഴം വെന്ത് കഴിയുമ്പോൾ. പിന്നെ ശർക്കര പാനി ചേർത്ത് ഇളക്കുക. അതിനുശേഷം 1-ാം പാല് ചേർത്ത് ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി താഴെ വയ്ക്കുക. അതിനകത്തും കുരിശോല കൊണ്ട് കുരിശുണ്ടാക്കി ഇടുന്നുണ്ട്. തിരക്കിനിടെ ഞാൻ റിയലായിട്ടുള്ള ഇൻട്രിയപ്പം ക്യാച്ച് ചെയ്യാൻ വിട്ടുപോയി. 2ാമതുണ്ടാക്കിയതിൻ്റെ പുറത്ത് കുരിശ് വെച്ചതാണിത്. റിയൽ വൺ ശരിക്കുള്ള കൺസിസ്റ്റൻസിയിലായിരുന്നു. ഇനി ഇൻട്രിയപ്പം എന്ന് പറയാനുള്ള കാരണവും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാകില്ല. INRI എന്ന് പീലാത്തോസ് കുരിശിൻ്റെ മുകളിൽ എഴുതി പതിപ്പിച്ചിരുന്നു. അതായത് ഇസ്രായേൽക്കാരുടെ രാജാവായ നസ്രായനായ ഈശോ. തിരിച്ചു വായിച്ചാൽ അന്ന് അധികാരത്തിലിരുന്ന റോമൻ ഗവർണർ പീലാത്തോസിനെ അറിയാമായിരുന്നു ജീസസ് ക്രൈസ്റ്റ് തെറ്റുകാരനല്ലെന്നും ഇസ്രായേൽക്കാരുടെ രാജാവാണെന്നും. പക്ഷെ തടി കേടാകാതിരിക്കാൻ അദ്ദേഹം കുറ്റമില്ലാത്ത രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പിന്മാറി. അധികാരവും പോകരുതല്ലോ, ക്രിസ്തുവിനെ ഇസ്രായേൽക്കാർക്ക് വിട്ടുകൊടുത്തു. എന്നിരുന്നാലും ഈ സത്യം തലയ്ക്ക് മുകളിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ജീസസ് ക്രൈസ്റ്റിൻ്റെ കുരിശിൻ്റെ മുകളിൽ INRI എന്ന് എഴുതി വെച്ചു. അതിൻ്റെ തൊട്ടു മുമ്പുള്ള ലാസ്റ്റ് സപ്പറാണല്ലോ ഇത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.